Welcome to all. I am Satish Kumar, KCB sub-engineer, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, മീറ്റർ റീഡർ, ഓവർസിയർ തുടങ്ങിയവയുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പാർട്ട് 4 ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. 46ാമത്തെ ചോദ്യമാണ്. The most reliable methods of synchronizing alternator is to use dash. സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ സിങ്ക്രണൈസിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. രണ്ട് ജനറേറ്ററുകൾ തമ്മിൽ കപ്പിൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജനറേറ്ററും മറ്റൊരു സപ്ലൈയും തമ്മിൽ കപ്പിൾ ചെയ്യുക, അപ്പൊ അതിനൊരു ഫ്രീക്വൻസി ആക്കുക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കാണ് നമുക്ക് സബ്സ്റ്റേഷനിൽ നമ്മളെ ജനറേറ്റിംഗ് സ്റ്റേഷനിലൊക്കെ ഇങ്ങനെയാണ് ലോഡ് കൂടുമ്പോഴും ഒക്കെ രണ്ട് ജനറേറ്ററുകൾ കപ്പിൾ ചെയ്ത് പാരൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സിങ്ക്രണൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്ന 3 ലാമ്പ് ഡാർക്ക് മെത്തേഡ് ഉണ്ട്, 3 ലൈറ്റുകളും ഓഫ് ആയിരിക്കുന്നത്. 3 ലാമ്പ് ബ്രൈറ്റ് മെത്തേഡ് ഉണ്ട്, എല്ലാ ലാമ്പും ബ്രൈറ്റ് ആയിരിക്കുന്നത്. 2 ബ്രൈറ്റ് 1 ഡാർക്ക് മെത്തേഡ് ഉണ്ട്, 2 ലൈറ്റുകൾ ബ്രൈറ്റും 1 ലൈറ്റ് ഡാർക്ക് ആവുന്ന മെത്തേഡ് ഉണ്ട്. ഇനി സിങ്ക്രോസ്കോപ്പ് ഉണ്ട്. ഏതാണ് ഇതിന് ബെറ്റർ എന്നാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സിങ്ക്രോസ്കോപ്പ് യൂസ് ചെയ്ത് ഇതിന്റെ ഫ്രീക്വൻസി ക്ലിയർ ആക്കുക. ക്ലിയർ ആക്കുമ്പോൾ നമുക്ക് അതിനെ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇത് സിങ്ക്രണൈസ് ചെയ്യാം എന്നുള്ളതാണ്. ആൻസർ സിങ്ക്രോസ്കോപ്പ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സിങ്ക്രോസ്കോപ്പ് നിങ്ങൾ എന്താണ് സിങ്ക്രോസ്കോപ്പ്? സിങ്ക്രോസ്കോപ്പ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ടു വിച്ച് 2 സിസ്റ്റംസ്, ജനറേറ്റർ ഓർ പവർ നെറ്റ്വർക്ക്സ്, ആർ സിങ്ക്രണൈസ്ഡ് ഇൻ ഈച്ച് അതർ. ഒരു 2 നെറ്റ്വർക്കുകളെ ഒരേ ഡിഗ്രിയിൽ കൊണ്ടുവന്ന് ലൂപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ പോയിന്റ് കാണിച്ചു തരുന്ന ഒരു ഉപകരണമാണ് ഈ സിങ്ക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇതുപോലൊരു ചെറിയ മീറ്ററാണ്. ഇതാ കാണുന്നത് ഈ സ്ലോ ഫാസ്റ്റ് എന്നുള്ള കാണിക്കുന്നത് സെൻട്രലിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സിങ്ക്രണൈസിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 47ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ സ്പീഡ് ഓഫ് എ സ്ക്വിറൽ കേജ് ഇൻഡക്ടർ ക്യാൻ ബി വേരിയഡ് ബൈ. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്പീഡ് എങ്ങനെ വേരി ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. വേരിയിങ് ദ സപ്ലൈ ഫ്രീക്വൻസി, സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്ത് ചെയ്യാം. വേരിയിങ് ദ സപ്ലൈ വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജിനെ വേരി ചെയ്ത് ചെയ്യാം. വേരിയിങ് ദ കറണ്ട് ഡ്രോൺ, കറണ്ട് വേരി ചെയ്ത് ചെയ്യാം. ഇൻസെർട്ടിങ് എ റെസിസ്റ്റൻസ് ഇൻ ദ റോട്ടർ സർക്യൂട്ട്, റോട്ടർ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് വേരിയിങ് ദ സപ്ലൈ ഫ്രീക്വൻസി എന്നാണ്. അപ്പൊ അതിനകത്ത് VFD എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്ത് നമുക്ക് സ്പീഡ് കുറയ്ക്കാം. ഇനി ഇതിൽ പറയുന്ന ഈ കാണുന്ന ഒരു സാധനമാണ് നമുക്ക് VFD അഥവാ വേരിയബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സപ്ലൈ കൊണ്ടുവന്നതിന്റെ ഇൻപുട്ട് കൊടുത്ത് അതിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നേരെ എടുത്ത് മോട്ടറിലേക്ക് കൊടുക്കുക. സ്വിച്ച് വഴി നമുക്ക് റെഗുലേറ്റ് ചെയ്ത് മോട്ടറിലേക്ക് കൊടുക്കുക. മോട്ടറിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഡിവൈസ് അതിനെ കൺട്രോൾ ചെയ്ത് തരും. ഫ്രീക്വൻസി വേരി ചെയ്ത് തരും. അപ്പോ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈസ് മെഷേർഡ് ഇൻ, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഏതിലാണ്? ഓക്കെ, ഇൻ ഓംസ്, കിലോ ഓംസ്, കിലോ വോൾട്ട്, മെഗാ ഓംസ്. ഇത് വയർമാൻ ടെസ്റ്റിന്റെ അങ്ങോട്ട് ഒരു വീഡിയോയിൽ ഞാൻ എനിക്ക് ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ആ വീഡിയോ കണ്ടവർക്ക് ഇതിന്റെ കറക്റ്റ് ഉത്തരം അറിയാം. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മെഗാ ഓംസിലാണ്. ഇതാണ് നമ്മളെ മെഗർ എന്ന് പറയുന്ന സാധനം. ഇതിൽ 2 ടെർമിനലിൽ നമ്മൾ കണ്ടക്ടർ ടു എർത്തോ അങ്ങനെ എന്താ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ആ കാണുന്ന മുകളിൽ കാണുന്ന നോബ്, അതായത് ഒരു 160 RPM വരുന്ന രീതിയിൽ നമ്മൾ കറക്കുമ്പോൾ ഈ റീഡിങ്, ഇതിപ്പോ സാധാരണ മീറ്ററുകളിൽ 0യിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഹൈയിലേക്ക് പോകാൻ. പക്ഷെ ഇവിടെ ഈ സൂചി നിൽക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്, തിരിച്ച് അങ്ങ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 0 ആവും. അപ്പൊ നമ്മൾ വേരി ചെയ്യുമ്പോൾ ഈ വാല്യൂ അനങ്ങുന്നില്ല, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അനങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് മെഗോംസ് ആണ്, ഹൈ ഓം ആണ്. അത് 0യിലേക്ക് പോവുകയാണെങ്കിൽ അനുസരിച്ച് അത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ്. ഓക്കെ,
49ാമത്തെ ക്വസ്റ്റ്യൻ. എ 4-pole 50 ഹെർട്സ് സിംഗ്ലസ് മെഷീൻ റൺസ് അറ്റ് ഡാഷ് RPM. അപ്പോൾ നേരത്തെ VFD പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഇക്വേഷനും കാര്യങ്ങളൊന്നും പറയാറുന്നത് ഈ ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ടാണ്. 4 പോള് 50 ഹെർട്സ് സപ്ലൈ ഉള്ള ഒരു സിംഗ്ലസ് മെഷീൻ അതിന്റെ എത്ര സ്പീഡിലായിരിക്കും റൺ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. 750, 3000, 1500, 1440. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1500 ആണ്. ഇതിന്റെ കാരണം സ്പീഡ് n = 120 f/p എന്നാണ്. അപ്പൊ n = 120 × 50/4. 50 നമ്മുടെ ഫ്രീക്വൻസിയാണ്. 4 എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ആണ്. അപ്പോൾ 120 × 50 എന്ന് പറഞ്ഞാൽ 6000 ആണ്. 6000/4 എന്ന് പറയുമ്പോൾ 1500 RPM ആണ്. ഓക്കെ. 50ാമത്തെ ക്വസ്റ്റ്യൻ. എ ബ്രിഡ്ജ് റെക്ടിഫയർ ഗീവ്സ് ഡാഷ്. ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്ക് എന്താണ് തരുന്നത് എന്നാണ്. ഫുൾ വേവ് റെക്ടിഫൈഡ് DC, ഹാഫ് വേവ് റെക്ടിഫൈഡ് DC, ഫുൾ വേവ് റെക്ടിഫൈഡ് ഫിൽറ്റേഡ് DC, ഹാഫ് വേവ് ഫിൽറ്റേഡ് DC. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്ക് തരുന്നത് ഫുൾ വേവ് റെക്ടിഫൈഡ് DC ആണ്. പലർക്കും സംശയം ഉണ്ടാവും ഫുൾ വേവ് ഫിൽറ്റേഡ് DC അല്ല. ഫിൽറ്റർ ആവണമെങ്കിൽ ആ റെക്ടിഫയറിൽ ഒരു കപ്പാസിറ്റർ കൂടി, ഫിൽറ്റർ കപ്പാസിറ്ററോ അല്ലെ അങ്ങനെ എന്തെങ്കിലും പൈ ഫിൽറ്ററോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോ എന്താണ് ഇതെന്നുള്ള നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇമേജിലൂടെ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഫുൾ വേവ് റെക്ടിഫൈഡ് DC. ഇവിടെ നമുക്ക് കാണാം, ഏറ്റവും മുകളിൽ കാണുന്നത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. AC വേവ് ഫോം നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഫുൾ വേവ് ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അതേസമയം താഴെ കാണുന്നത് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അതിനകത്ത് നമുക്ക് മുകളിൽ കാണുന്ന സാധനത്തിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ. അതായത് പോസിറ്റീവ് ഹാഫ്സുകൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ. 51ാമത്തെ ചോദ്യം. When two capacitors of 8 MFD are connected in parallel, the total capacitance is dash. ഓപ്ഷൻസ് എന്ന് പറയുന്നത് 4 MFD, 16 MFD, 2 MFD, 1/4 MFD. ഓർമ്മിക്കുക, കപ്പാസിറ്റേഴ്സ് പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സമ്മായിരിക്കും. അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരം 16 MFD ആണ്. 8 × 2. കാരണം എന്ന് പറയുന്നത് ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് എ സെറ്റ് ഓഫ് പാരലൽ കപ്പാസിറ്റർ ഈസ് സിംപ്ലി ദ സം ഓഫ് ദ കപ്പാസിറ്റൻസ് വാല്യൂസ് ഓഫ് ദ ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ്. ഇതിന്റെ സം ആണ്. 52ാമത്തെ ചോദ്യം. ഓൾ ഡേ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ദ റേഷ്യോ ഓഫ് ദ kilowatt hour output to the kilowatt hour input per day, kilowatt hour output to kilowatt hour input, output power and input power and output power. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കിലോവാട്ട് അവർ ഔട്ട്പുട്ട് ടു ദ കിലോവാട്ട് അവർ ഇൻപുട്ട് പെർ ഡേ ആണ്. പലർക്കും ഓപ്ഷൻ ബി ആണെന്ന് തോന്നും. അല്ല, ഇത് ഓപ്ഷൻ എ ആണ്. പെർ ഡേ ആണ്. അതാണ് ഓൾ ഡേ എഫിഷ്യൻസി. എന്താണ് ഓൾ ഡേ എഫിഷ്യൻസി? The all-day efficiency of a transformer is defined as the ratio of kilowatt-hour output in 24 hours to the kilowatt-hour input to 24 hours. ഇതാണ് all-day efficiency എന്ന് പറയുന്നത്. 53ാമത്തെ ചോദ്യം. Interpoles in a DC generators are usually wound with a dash. ഒരു DC ജനറേറ്ററിന്റെ ഇന്റർപോൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് വൈൻഡ് ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: ഫൈൻ ഗേജ് കോപ്പർ വൈൻഡിംഗ് വയർ, ഇൻസുലേറ്റിംഗ് കവേർഡ് ബ്രാസ് കണ്ടക്ടർ, ഹെവി ഗേജ് വൈൻഡിംഗ് വയർ, ഓൾ ഓഫ് ദ എബവ്. ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് ഉറപ്പിക്കാം, ഓൾ ഓഫ് ദ എബവ് അല്ല. ഉത്തരം ഹെവി ഗേജ് വൈൻഡിംഗ് വയർ ആണ്. ഇനി എന്തുകൊണ്ട് ഇന്റർപോൾസ് ആർ ദ ടൈപ്പ് ഓഫ് ആക്സിലറി പോൾസ് യൂസ്ഡ് ഇൻ DC മോട്ടോഴ്സ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ആൻഡ് ദേ ക്രിയേറ്റ് ഹയർ കറണ്ട് കപ്പാസിറ്റി. ഇവിടെ ഹയർ കറണ്ട് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്, അത് പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, അത് ഇന്റർപോൾസിനകത്ത് നമുക്ക് ഹെവി ഗേജ് വൈൻഡിംഗ് വയേഴ്സ് ഉപയോഗിക്കുന്നത്. 54ാമത്തെ ചോദ്യം. എ 2 kW 200 watt DC ജനറേറ്റർ വിൽ സപ്ലൈ ദ ലോഡ് കറണ്ട് ഓഫ് ഡാഷ്. DC ആണ്, അതുകൊണ്ട് തന്നെ 2 kW ആണ്, 2 kVA അല്ല. 2 kW എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമല്ലോ, 2000 വാട്ട്സ് ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് 2 ആംപിയർ, 4 ആംപിയർ, 20 ആംപിയർ, 10 ആംപിയർ. ആൻസർ 10 ആംപിയർ ആണ്. കിട്ടുന്നത് എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 kW എന്ന് പറഞ്ഞാൽ 2000 വാട്ട്സ് ബൈ 200 വോൾട്ട്. 200 വോൾട്ട് ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഈക്വൽ ടു 10 ആംപിയർ.
ഓക്കെ, 55-ാമത്തതും ഈ വീഡിയോയിലെ അവസാനത്തെയുമായ ക്വസ്റ്റ്യൻ ആണ്. AC magnets are made of laminated iron to dash. Options for better induction, to reduce eddy current losses, for AC and DC use, for reduce reluctance. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ അല്ലെ കറക്റ്റ് ആൻസർ ടു റെഡ്യൂസ് ദ എഡി കറന്റ് ലോസസ് ആണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. ബെറ്റർ ഇൻഡക്ഷൻ വേണ്ടിയിട്ട് യൂസ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഫോർ ബെറ്റർ ഇൻഡക്ഷൻ. അത് ബെറ്റർ ഇൻഡക്ഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്ന് തന്നെയാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. പക്ഷേ ഈ പറയുന്നത് നമ്മളെ എന്താണ് എസിമത്ത് ലാമിനേറ്റഡ് അയൺ കോർ ഉപയോഗിക്കുന്നതും അതും ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെയാണ്. എങ്കിലും അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ദ എഡി കറന്റ് ലോസസ് ആണ്. രണ്ടാമത്തെ, വാട്ട് ഈസ് റിലക്ടൻസ് എന്ന് ചോദിച്ചാൽ ദ എബിലിറ്റി ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് കാൾഡ് റിലക്ടൻസ്. ഓക്കെ, ഫോർ AC ആൻഡ് DC യൂസ് വെറുതെയാണ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് എല്ലാത്തിലും ഒരുപോലെ പോസിബിൾ ആവണമെന്നില്ല. ഇനി നമ്മുടെ ആൻസറിന്റെ ഒന്ന് ബ്രീഫ് ചെയ്യാം. ബൈ യൂസിംഗ് ലാമിനേറ്റഡ് അയൺ കോർ, ദ ലേയേഴ്സ് ഓഫ് അയൺ ലാമിനേഷൻ serves as a barrier to eddy currents that have ariser from the induced voltages. Thus, by decreasing the value of eddy current, the losses also gets reduced in the ferromagnetic material. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബെറ്റർ ഇൻഡക്ഷൻ അത് വരുമെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടു റെഡ്യൂസ് ദ എഡി കറന്റ് ലോസസ് ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ 4ാമത്തെ പാർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഇതുവരെ നിങ്ങൾ എല്ലാവരും കമന്റുകൾ രേഖപ്പെടുത്തുക. കാണുന്ന ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൂടെയോ അതിനകത്ത് കമന്റ് ബോക്സിലൂടെയോ ഒക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക. അതോടൊപ്പം അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക് യു.